UDF സീറ്റ് മാറ്റ ചർച്ചകൾ പ്രതിസന്ധിയിലായിരിക്കുന്നു എന്ന റിപ്പോർട്ടർ പൊളിറ്റിക്കൽ ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. പട്ടാമ്പി കിട്ടാതെ തിരുവമ്പാടി കോൺഗ്രസിന് നൽകില്ലെന്ന നിലപാടാണ് മുസ്ലിം ലീഗ്. തവനൂർ വേണ്ടെന്നും മുസ്ലിം ലീഗ് അറിയിച്ചിരിക്കുകയാണ്. തവനൂരും തിരുവമ്പാടിയും വെച്ചുമാറാനായിരുന്നു കോൺഗ്രസിന്റെ നീക്കം. കോങ്ങാട്, ഗുരുവായൂർ, കളമശ്ശേരി സീറ്റുകൾ വെച്ചുമാറേണ്ടതില്ല എന്നും തീരുമാനം. പുനലൂർ സീറ്റ് വെച്ചുമാറാനും ലീഗ് സന്നദ്ധത അറിയിച്ചിരിക്കുകയാണ്. ആർ റോഷിപാലാണ് ചേരുന്നത്. വിശദാംശങ്ങളുമായി റോഷിപാൽ, എന്താണിപ്പോൾ ഈ സീറ്റ് വെച്ചുമാറുന്നതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾ? അത് പ്രതിസന്ധി ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണോ? ഏതൊക്കെ സീറ്റുകളിലാണ് തർക്കം? വിനിത, ആദ്യഘട്ടത്തിൽ കോൺഗ്രസും മുസ്ലിം ലീഗ് നേതൃത്വവും തമ്മിൽ കൂടുതൽ സീറ്റുകൾ വെച്ചുമാറാനുള്ള ഒരു ആലോചനയാണ് നടത്തിയത്. വിജയസാധ്യത മുൻനിർത്തിയാണ് അങ്ങനെ. അതിൽ ഒന്ന് തിരുവമ്പാടിയായിരുന്നു, പട്ടാമ്പി, അതുപോലെ തന്നെ കോങ്ങാട്, ഗുരുവായൂർ, കളമശ്ശേരി, പുനലൂർ അടക്കമുള്ള സീറ്റുകളാണ് ചർച്ചയിൽ ഉയർന്നു വന്നത്. പക്ഷേ ഒടുവിൽ ഇന്ന് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ യോഗം ചേർന്നപ്പോൾ അത് തിരുവമ്പാടിയും പട്ടാമ്പിയും തമ്മിൽ വെച്ചുമാറുന്നുണ്ടെങ്കിൽ അത് മതി എന്ന നിലപാടിലേക്ക് അവർ എത്തുകയാണ്. നേരെ മറിച്ച് തവന്നൂർ നൽകി തിരുവമ്പാടി ഏറ്റെടുക്കാനുള്ള കോൺഗ്രസ് നീക്കത്തിന് ഇപ്പോഴും പച്ചക്കൊടി കാണിച്ചിട്ടില്ല മുസ്ലിം ലീഗ് നേതൃത്വം. അതിന് പ്രാദേശികമായ എതിർപ്പ്. അതിനപ്പുറത്തേക്ക് മലപ്പുറത്ത് കൂടുതൽ സീറ്റുകൾ മുസ്ലിം ലീഗിന് വേണ്ടതില്ല. അവിടെ കോൺഗ്രസിനാണ് സീറ്റുകൾ ആവശ്യം. അതുകൊണ്ട് മലപ്പുറത്തിന് പുറത്തുള്ള സീറ്റുകൾ മതി, അത് പട്ടാമ്പി തന്നെ വേണം എന്ന ഒരു നിലപാടിലേക്ക് എത്തുന്നു. അങ്ങനെ ആ ചർച്ച അത് ഇനി തുടർ ചർച്ചകളിലേക്ക് പോകേണ്ടി വരും. ഒരുപക്ഷെ ഇന്ന് രാത്രി കോൺഗ്രസ് നേതൃത്വവുമായി ഉഭയകക്ഷി ചർച്ചകൾക്ക് സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ പിന്നീട് കോഴിക്കോട് 12-ാം തീയതി മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃയോഗം ചേർന്ന് അതിൽ തീരുമാനമെടുത്തതിനു ശേഷം അവിടെ യാത്രയെത്തുമ്പോൾ പ്രതിപക്ഷ നേതാവുമായും KPC അധ്യക്ഷനുമായി ചർച്ച നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് മുസ്ലിം ലീഗ് നേതൃത്വം പോകുന്നത്. അതേസമയം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായുള്ള ചർച്ചകൾ, ഉഭയകക്ഷി ചർച്ചകൾ ഇതുവരെ പൂർത്തിയായിട്ടില്ല. 4 സീറ്റ് ഏറ്റെടുക്കാനുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നത്. ആ കാര്യത്തിലും ഇപ്പോഴും ഒരു അവ്യക്തത തുടരുന്നുണ്ട്. ഏതായാലും സീറ്റ് വിഭജനം വൈകുമ്പോൾ സ്വാഭാവികമായും സ്ഥാനാർത്ഥി ചർച്ചകളും വൈകും. ആ സീറ്റുകൾ ഏറ്റെടുക്കാൻ സാധ്യതയുള്ള, വച്ചുമാറാൻ സാധ്യതയുള്ള സീറ്റുകൾ നിർത്തി മറ്റു സീറ്റുകളിലുള്ള സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളാണ് കോൺഗ്രസ് പുരോഗമിക്കുന്നത്. ഏതായാലും പുനലൂർ സീറ്റ് വേണമെങ്കിൽ വിട്ടു നൽകാം. ചടയമംഗലവുമായി ആ കാര്യത്തിൽ കോൺഗ്രസ് തീരുമാനം എടുക്കട്ടെ എന്ന നിലപാടാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിന്. അതേസമയം കളമശ്ശേരിയും ഗുരുവായൂരും വെച്ചുമാറേണ്ടതില്ല എന്ന നിലപാടിലേക്ക് മുസ്ലിം ലീഗ് നേതൃത്വം എത്തിക്കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. വിനീത, ശരി. ആർ റോഷിപാലാണ് ചേർന്ന വിശദാംശങ്ങളുമായി. അതേസമയം കോൺഗ്രസിലെയും മുസ്ലിം ലീഗിലെയും പ്രാദേശിക എതിർപ്പുകളാണ് UDFിലെ സീറ്റ് വെച്ചുമാറ്റ ചർച്ചകൾ പ്രതിസന്ധിയിലാക്കിയത്. തിരുവമ്പാടി കോൺഗ്രസിന് നൽകാൻ ലീഗ് സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചിരുന്നെങ്കിലും പ്രാദേശിക എതിർപ്പിനെ തുടർന്ന് പിന്മാറേണ്ടി വന്നു. തവനൂരും പട്ടാമ്പിയും ലീഗിന് നൽകാനുള്ള ചർച്ചകളിൽ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വത്തിനും എതിർപ്പുണ്ട്. VS രഞ്ജിത്താണ് ചെയ്ത വിശദാംശങ്ങളുമായി. രഞ്ജിത്ത്, സംസ്ഥാന നേതൃത്വത്തിൽ ചർച്ചകൾ നടക്കുമ്പോഴും പ്രാദേശികമായ എതിർപ്പുകൾ, അതാണ് തലവേദനയായത്. ഏത് രീതിയിലായിരുന്നു, ഏതൊക്കെ സീറ്റുകൾ സംബന്ധിച്ചായിരുന്നു ഇത്തരത്തിൽ വിയോജിപ്പുകൾ വന്നത്? അവിനിത, ഈ വെച്ചുമാറ്റ ചർച്ചകളിൽ ലീഗിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഇതാണ്. ഒന്ന്, കളമശ്ശേരിയും ഗുരുവായൂരും വെച്ചുമാറേണ്ടതില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള കാരണവും പ്രാദേശികമായ എതിർപ്പാണ്. കളമശ്ശേരിക്ക് പകരം കൊച്ചി വാങ്ങാമെന്നുള്ളതായിരുന്നു ലീഗിൽ ധാരണയുണ്ടായിരുന്നത്. പക്ഷേ കളമശ്ശേരി തന്നെ ലീഗിൽ മത്സരിക്കാം, അതിന് ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകനെ മത്സരിപ്പിക്കാനുള്ള ഒരു ധാരണയിലേക്കും ലീഗ് എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഗുരുവായൂർ വെച്ചുമാറാനുള്ള നീക്കത്തിലും തൃശ്ശൂരിലെ ജില്ലാ ഘടകത്തിന് അതിൽ താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം തൃശ്ശൂർ ജില്ലയിൽ മറ്റൊരു സീറ്റ് ലീഗിനില്ലാത്തത് കൊണ്ട് തന്നെ ഗുരുവായൂർ സീറ്റ് അവിടെ നിൽക്കട്ടെ എന്ന രീതിയിൽ പ്രാദേശിക ഘടകം അഭിപ്രായപ്പെട്ടു. ആ അഭിപ്രായം ലീഗ് നേതൃത്വം അംഗീകരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരുവമ്പാടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. തിരുവമ്പാടി വെച്ചുമാറാൻ ഇപ്പോഴും ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വം തയ്യാറാണ്. പക്ഷേ തിരുവമ്പാടിയുടെ പ്രാദേശിക നേതൃത്വം അതിനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു. പുനലൂർ സീറ്റും ഇരവിപുരം സീറ്റും തമ്മിൽ വെച്ചുമാറാൻ ലീഗ് ധാരണയായിട്ടുണ്ട്. അതുപോലെ തന്നെ പേരാമ്പ്ര, കോങ്ങാട് തുടങ്ങിയ സീറ്റുകളിലൊക്കെ ചർച്ചകൾ നടന്നിരുന്നെങ്കിലും അതിലൊന്നും വലിയ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. കാരണം പേരാമ്പ്രയാണെങ്കിലും കോങ്ങാടാണെങ്കിലും ഇനിയിപ്പോൾ കൂത്തുപറമ്പ് സീറ്റ് RJD വന്നാൽ കൂത്തുപറമ്പ് വിട്ടുകൊടുക്കാനും ലീഗ് തയ്യാറാണ്. പക്ഷേ പകരം ഏത് സീറ്റ് എന്ന കാര്യത്തിൽ കോൺഗ്രസിനും ലീഗിനും ഒരു ധാരണയില്ല. അതിൽ തവനൂരും പട്ടാമ്പിയും ഒക്കെയാണ് ലീഗ് ആവശ്യപ്പെട്ടത്. തവനൂരും പട്ടാമ്പിയും വിട്ടുകൊടുക്കാൻ അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ്സുകാരും തയ്യാറായിട്ടില്ല. ഇനിയിപ്പോൾ വിട്ടുകൊടുക്കുന്ന സീറ്റുകൾക്ക് പകരം ഏതാണ് പകരം കോൺഗ്രസിൽ നിന്ന് വാങ്ങുക എന്ന കാര്യത്തിലും വലിയ അനിശ്ചിതത്വം തുടരുന്നതുകൊണ്ടാണ് ലീഗിൻ്റെ ഈ സീറ്റ് വെച്ചുമാറ്റ ചർച്ചകൾ മുന്നോട്ട് പോകാത്തത്. ഏതായാലും 3 സീറ്റെങ്കിലും വെച്ചുമാറും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ തിരുവമ്പാടിയും പുനലൂരും മറ്റൊരു സീറ്റ് കൂടി ഉണ്ടാകും എന്ന് നമുക്ക് ഇപ്പോൾ നേതൃത്വത്തിന് ലഭ്യമാവുന്ന വിവരങ്ങൾ. ശരി. VS രഞ്ജിത്തും റോഷിപാലുമാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും ചർച്ചകൾ ഇപ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉഭയകക്ഷി ചർച്ചകൾ തുടരും. സീറ്റ് വെച്ചുമാറുന്നത് സംബന്ധിച്ച് അന്തിമ തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്.